ഹൈ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഇഫ്താറിന് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ ഈ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ബീഫ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ വെച്ചിട്ടും ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 350 ഗ്രാം ബീഫ് എല്ലില്ലാത്തത് എടുത്തിട്ട് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയുടെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ക്രഷ് ചെയ്തെടുക്കണം. ഈ ഒരു ബീഫ് എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ ഓയിലൊക്കെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ജീരകം ഈ ഒരു സ്നാക്കിലേക്ക് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ ചെറിയ ജീരകം ഈ ഒരു ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത സവാള ചേർത്ത് കൊടുക്കുക. ഒരു 3 മീഡിയം സൈസിലുള്ള സവാള അതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. സവാള നമുക്ക് അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്നൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ചധികം കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതോടും ചേർക്കുന്നുണ്ട്. കറിവേപ്പിലൊക്കെ കൂടുതൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ സ്നാക്ക് കഴിക്കാൻ തന്നെ. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഒരു 5 പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയാണ്. ഇതെല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇതേപോലെ. എന്നിട്ട് നമുക്ക് ഈ ഒരു സവാളയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ച സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഈ ഒരു ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയും അതുപോലെ തന്നെ വെളുത്തുള്ളിൻ്റെയും ഒക്കെ ഒരു കുത്തുന്ന സ്മെല്ലുണ്ടല്ലോ, അത് പോകുന്നത് വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ അത് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മസാല പൗഡേഴ്സ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്തിട്ടുണ്ട് നല്ലൊരു കളറിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയുടെയും ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂണോളം ഗരം മസാല പൗഡറും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പച്ച സ്മെല്ല് മാറുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടോ. ഈ ഒരു പൊടികൾക്കൊക്കെ ഒരു പച്ച സ്മെല്ല് ഉണ്ടാവുമല്ലോ, അതൊക്കെ നന്നായിട്ടൊന്ന് മാറി കിട്ടണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിലേക്ക് ചേർത്ത മുളക് പൊടി എന്ന് പറയുന്നത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സാധാരണ നോർമലി മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്താൽ മാത്രം മതി. കാരണം നമ്മൾ പച്ചമുളകും കുരുമുളകൊക്കെ എരിവിനായിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫില്ലേ, അത് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് വേവിച്ചിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ് മിക്സിയിലിട്ടിട്ട്. അപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു സവാളയും ബീഫൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള എരിവും പുളിയൊക്കെ ഉണ്ടോ നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പും മുളകൊക്കെ കറക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവൊക്കെ കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ലാസ്റ്റായിട്ട് കുറച്ചധികം തന്നെ മല്ലിയില കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. മല്ലിയില കുറച്ചധികം തന്നെ ചേർത്തോളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് മല്ലിയിലിൻ്റെ ഈ ഒരു ഫ്ലേവർ ഈ ഒരു സ്നാക്കിലേക്ക്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെ സ്നാക്കിന് വേണ്ടിയിട്ട് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിനായിട്ടൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ മിക്സിയിലേക്ക് ചേർക്കുന്നത് ഒരു മുട്ടയാണ് കേട്ടോ. ഒരു വലിയൊരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുതാണെങ്കിൽ നിങ്ങൾ 2 എടുത്തോളൂ. അപ്പോൾ ഞാനിവിടെ വലിയൊരു മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 കപ്പ് അളവിൽ മൈദയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. നോർമലായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയുടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അടിച്ചെടുത്തപ്പം ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് വീണ്ടും അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് കിട്ടിയത്. നമുക്ക് ദോശമാവിൻ്റെ ബാറ്റർ പോലെ ലൂസായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഞാൻ വീണ്ടും 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി നമ്മൾ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് 2 കപ്പ് പൊടിയിലേക്ക്. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല ലൂസായിട്ടുള്ള ദോശമാവിൻ്റെ ബാറ്റർ പോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒരു തവി മാവ് ഒഴിച്ചിട്ട് നമ്മൾ ഈ ഒരു പാൻ വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ മാക്സിമം നിങ്ങൾ കട്ടി കുറച്ചിട്ട് തന്നെ ദോശ റെഡിയാക്കി എടുക്കാൻ നോക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ സ്നാക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ.
അപ്പോൾ അത് ഒരു സൈഡ് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ നമുക്ക് എടുത്തു മാറ്റാവുന്നതാണ്. നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ബാറ്റർ മൊത്തം ഇതേപോലെ ദോശ ചുട്ടെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു വലിപ്പത്തിലുള്ള 10 ദോശയാണ് കേട്ടോ 2 കപ്പ് പൊടി വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ദോശകളൊക്കെ ഈ ഒരു രീതിയിൽ ചുട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് നമ്മുടെ സ്നാക്കിന് വേണ്ടിയിട്ട് മുട്ടൻ്റെ ഒരു ബാറ്ററും കൂടി വേണം. ഇതിനായിട്ട് ഞാനൊരു പ്ലേറ്റിൽ 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോർമലായിട്ടുള്ള 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഈ ഒരു മുട്ടൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്നാക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ സോസ് പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ദോശൻ്റെ വലിപ്പത്തിലുള്ള സോസ് പാൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശയും അതുപോലെ ഈ ഒരു സെറ്റ് ചെയ്യുന്ന പാനും ഒരേ വലിപ്പമായിരിക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒരു ദോശ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു മുട്ടൻ്റെ ബാറ്ററിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഫില്ലിങ് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുകയല്ല, കുറേശ്ശെ ഇട്ടിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ 10 ലെയേഴ്സ് ഇതേപോലെയുള്ള ദോശ ഉണ്ട് കേട്ടോ. അപ്പോൾ 10 ലെയറിൻ്റെ ഇടയിലും നമ്മുടെ ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് ചട്ടിപ്പത്തിരിയാണ്. നമ്മൾ ബീഫ് വെച്ചിട്ടുള്ള ദോശ വെച്ചിട്ടുള്ള ചട്ടിപ്പത്തിരിയാണ് റെഡിയാക്കി എടുക്കുന്നത്. ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന മെത്തേഡിൽ. അപ്പോൾ രണ്ടാമത്തെ ദോശയും ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം ദോശയും ഇതേപോലെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈസിയാണ്, എന്നാൽ സൂപ്പർ ടേസ്റ്റുമാണ്. നമുക്ക് ഇഫ്താറിന് അധികം എണ്ണയൊന്നും ഇല്ലാത്ത സ്നാക്ക് കഴിക്കാൻ പറ്റുന്ന കിടിലനൊരു ഐറ്റമാണ് കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ രീതിയിൽ ദോശയൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ചെയ്യും. നമ്മളിതാ മൊത്തം ദോശയും ഇതേപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് മുകൾ വശത്ത് നമ്മൾ ഇതേപോലെ നമ്മുടെ മുട്ടൻ്റെ ബാറ്റർ ഇല്ലേ, അത് മൊത്തത്തിൽ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ഫില്ലിങ് മുകൾ വശത്തുള്ള ലെയേഴ്സിൽ വെച്ച് കൊടുക്കൂല കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാ സൈഡിലോട്ടും ആയിട്ട് നമ്മുടെ ഈ ഒരു മുട്ടൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതേപോലെ ആദ്യം തന്നെ ഒരു പാന് വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലോട്ടായിട്ടാണ് നമ്മൾ ഈ ഒരു സോസ് പാന് വെച്ചിട്ടുള്ളത്. കാരണം അങ്ങനെ ആകുമ്പോൾ അടിക്ക് പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. മീഡിയം ടു ലോയിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ സ്നാക്ക് നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. സൈഡൊക്കെ നന്നായിട്ട് തന്നെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. മുകൾ വശമൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ സൈഡൊക്കെ ആദ്യം ഒന്ന് വിടിയിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകൾ വശം ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാനിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും അടിവശം ഒന്നും ഒട്ടും കരിഞ്ഞു പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിടിലനൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ മുകൾ വശമൊക്കെ ഒന്ന് കളർ ചേഞ്ച് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാനുള്ള ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഫ്താറിന് സെർവ് ചെയ്യാൻ പറ്റുന്ന കിടിലനൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് നല്ല കിടിലനായിട്ട് സെർവ് ചെയ്യാൻ പറ്റും. സൂപ്പർ ടേസ്റ്റുമാണ്. അത്യാവശ്യം സ്പൈസിയോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പറായിട്ടുള്ള ഒരു ബീഫ് വെച്ചിട്ടുള്ള ചട്ടിപ്പത്തിരിയാണ്. നമ്മൾ ദോശ വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പി വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.